വളരെ അടുത്ത കാലത്തായി ഫേമസായി ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന കൊല്ലത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയ ഒരു സ്ഥലമാണിത്. വലിയ കോട്ടമതിൽ പോലെ തെങ്ങിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന കണ്ടൽച്ചെടികളാണ് ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ച. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ നമ്മളെ ആൾക്കാരെക്കാൾ കൂടുതൽ വരുന്നത്. കൊല്ലത്ത് തന്നെ ഇത്രയും ലൈവായിട്ടുള്ള ഒരു വാട്ടർ ടൂറിസ്റ്റ് സ്പോട്ട് വേറെ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽച്ചെടികൾക്കുള്ളിലൂടെയുള്ള യാത്രയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. കൊല്ലം ഇത്തിക്കരയാറിൻ്റെയും പരവൂർ കായലിൻ്റെയൊക്കെ സംഗമ സ്ഥാനമാണ് ഈ പറയുന്ന ഈ ടൂറിസ്റ്റ് സ്പോട്ട്. അൽമാസ് എന്ന് പറയുന്ന ഒരു ബോട്ടിംഗ് ഏജൻസി ഇപ്പോൾ അവർ ശിക്കാരി വള്ളം ഇപ്പോൾ ഈ കായലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഫാമിൽ നിന്ന് പിടിക്കുന്ന മീൻ കൊണ്ടുള്ള കറിയും കപ്പയും അതുപോലെ തന്നെ കട്ടൻ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ട് ഈ ഇത്തിക്കരയാറിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ കണ്ടൽച്ചെടികളുടെയൊക്കെ ഭംഗി ആസ്വദിക്കാം. നമുക്ക് ഫാമിലിയായിട്ട് തന്നെ ഇരുന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ബോട്ടിംഗ് ഫെസിലിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കയാക്കിംഗ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങൾ കണ്ടൽക്കാടിൽക്കുള്ളിലൂടെ യാത്രയും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ശിക്കാരി വള്ളത്തിൽ 10 പേർക്ക് യാത്ര ചെയ്യാം. 3 മണിക്കൂറാണ് യാത്രാ സമയം. അത് 3500 രൂപയാണ് റേറ്റ് പറയുന്നത്. നേരത്തെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് അവർ ഭക്ഷണം തയ്യാറാക്കി തരും. അപ്പോൾ അതിന് പ്രത്യേക ചാർജ് കൊടുക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞും ഒക്കെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമുണ്ട് അവിടെ. അല്പം സാഹസികതയൊക്കെ ആസ്വദിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കയാക്കിംഗ് ബോട്ടെടുത്ത് ഈ കായലിലൂടെ കറങ്ങി നടക്കാൻ കഴിയും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഇതിലൂടെ കറങ്ങി നടക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫുള്ള് പിന്നെ അതുപോലെ തന്നെ ചെറിയ വള്ളത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശിക്കാരി വള്ളത്തിലും ഒക്കെ കറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത്. സൂര്യാസ്തമയമൊക്കെ കാണാൻ കഴിയും. അതുപോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തും ആ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് ഈ കായലിലൂടെ കറങ്ങി നടക്കാൻ കഴിയും. ഇവിടെ ഇപ്പം ധാരാളം ടൂറിസ്റ്റ് ഏജൻസികളുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ നടത്തുന്ന ധാരാളം ഏജൻസികളുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏജൻസികളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ബോട്ടെടുത്ത് കറങ്ങാൻ കഴിയും. വരുന്ന പ്രധാന റൂട്ടെന്ന് പറയുന്നത് തിരുമുക്ക്, കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിൽ നിന്നും പരവൂരിലേക്ക് പോകുന്ന വഴി നെടുങ്ങോലത്ത് നിന്നാണ് ഇവിടത്തേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിൽ എൻഡിൽ വരുമ്പോഴാണ് ഈ അൽമാസിൻ്റെ ബോട്ടിംഗ് ഏജൻസിയുടെ അവരുടെ ബോട്ടിംഗ് ഉള്ളത്. ഈ കായലിൻ്റെ പല ഭാഗത്തും ഇതുപോലെ വള്ളക്കാർ കൊണ്ടുവന്ന് നിർത്താറുണ്ട്. ഇറങ്ങി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്പം ആഴം കൂടുതലുള്ള സ്ഥലമാണ്. എങ്കിലും ഇറങ്ങി നമുക്ക് നിൽക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാവുന്ന പല സ്ഥലങ്ങളുമുണ്ട്. കായലിൻ്റെ ഒരു പോയിന്റിൽ വള്ളക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ കരിക്കും ഒക്കെ വള്ളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ റോഡിലെ വണ്ടിയുടെ ട്രാഫിക് പോലെ വള്ളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥലം ആകെ. ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. കാര്യം അന്യസംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ കയാക്കിങ്ങും ഒക്കെ മറ്റേ സാഹസിക യാത്രയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ബൈക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്പോട്ട്, കൊല്ലത്തെ ഏറ്റവും ലൈവായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയെന്ന് പറയാം.